ഹായ്. പിന്നെ എൻ്റെ തൊണ്ടയ്ക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. തണുത്ത വെള്ളം നന്നായിട്ട് കുടിച്ചതുകൊണ്ട് തന്നെ എൻ്റെ ചുമ ജലദോഷം തൊണ്ടയ്ക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. സൗണ്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് വേഗം ചായക്കില്ല വെള്ളം വെച്ചു. അതിലോട്ട് ഞാൻ ഇഞ്ചിൻ്റെ ഒരു കഷ്ണം ചതച്ചതും ഏലക്കായ അതുപോലെ തന്നെ ഞാൻ 2 ഗ്ലാസ് വെള്ളം ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. അതിലോട്ട് ഞാൻ 1 ഗ്ലാസ് പാലും കൂടി പാർന്ന് കൊടുത്ത് കാപ്പിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒരു ചായ തിളപ്പിച്ചു കേട്ടോ. ഇതാ കൂടെ ചൂടോടുക്കന്നെ പറന്ന് അവിടെ കുടിച്ചപ്പോൾ ഉണ്ടല്ലോ തൊണ്ടയ്ക്ക് നല്ല സുഖമുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എനിക്കുണ്ടായിരുന്നു എൻ്റെ കൂടെ അടുക്കളയിലത്തെ പണിയൊക്കെ എടുക്കാൻ എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ വേഗം എൻ്റെ കൂടെ ചോറുണ്ടാക്കാനും കറി ഉണ്ടാക്കാനൊക്കെ നിന്നു കേട്ടോ. അപ്പോൾ 2-3 ദിവസമായിക്കണ് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് തുടക്കണം എന്ന് വിചാരിച്ചിട്ട് 2-3 ദിവസമായി എനിക്ക് ജലദോഷവും ചുമയൊക്കെ ഉണ്ടായിട്ടു കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതൊന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചു കേട്ടോ. കണ്ടില്ലേ ഈ ബോട്ടിലുള്ള വെള്ളത്തിനൊക്കെ എന്തൊക്കെ പൊടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ മാറ്റാനായിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുക്കളയിലും ഉണ്ട് കേട്ടോ. എൻ്റെ പ്ലാന്റ്സും കാര്യങ്ങളും വാടിയതും ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ അതങ്ങനെ ഈ അരുവിൽ ഇരുന്നതുകൊണ്ട് തന്നെ 2 ദിവസമായിട്ടുള്ളൂ 2-3 ദിവസമായിട്ടുള്ളൂ. എന്നാൽ തന്നെ നോക്കി നിങ്ങൾ പൊടി ഡെയിലി ഞാൻ അടിച്ച് വരുന്ന വീടാണ്. എന്നാൽ തന്നെ എന്താ വെച്ചിട്ടാ പൊടികൾ പെട്ടെന്ന് വരുന്ന വെച്ചിട്ടാ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റി ഇനി ഈ ബോട്ടിലുള്ള വെള്ളം ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. അതിൽ കുറേ പൊടികൾ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ഞാനതിലത്തെ വെള്ളമൊക്കെ മാറ്റി എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിട്ട് ഈ പ്ലാന്റ്സ് അതിൽ ഇറക്കി വെച്ചു കേട്ടോ. ഇതുമ്മയുണ്ട് നിറയെ പൊടികൾ. ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ തോന്നണതാണ് എത്ര പെട്ടെന്നല്ലേ പൊടികൾ വരുന്നത്. ഇതൊക്കെ ഞാനൊരു ബോട്ടിൽ കിട്ടിയപ്പോൾ അതുമ്മേ ഞാൻ കയറുകൊണ്ടൊക്കെ കെട്ടി വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇതുപോലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാനൊക്കെ. അപ്പം ഞാൻ തന്നെ ഇതുപോലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കണതാട്ടോ. ഇതുമൊക്കെ നമ്മുടെ മോള് നിച്ചുണ്ടല്ലോ, ഓള് ഈ സോപ്പ് പറഞ്ഞാണ്ടൊരു കുപ്പിയിൽ കൊണ്ടുവന്നതിന് ചെറിയ സാധനങ്ങൾ അതെടുത്തിട്ട് ഇങ്ങനെ കൈ കഴുകുമ്പോൾ പത വരുന്നത് അതാണ് ഞാൻ അതിമ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ട് അതിമ കുറച്ച് കളറൊക്കെ കൊടുത്തിക്കാണ്ട് അങ്ങനെ വെച്ചതാട്ടോ. പിന്നെ അതിമ ചെറിയ ബോൾസും കാര്യങ്ങളും നിച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് അവളെ കേൾക്കുമ്പോൾ ഉണ്ടായിരുന്നതായിരുന്നു. അത് ഞാൻ ഇതുമ്മ വെച്ചു കൊടുത്തു. അതൊക്കെ കാണുമ്പോൾ തന്നെ രസമാണല്ലോ. അപ്പോൾ സൗണ്ടിനൊക്കെ ഒരു ഇതുണ്ടാവും കേട്ടോ, ക്ഷമിക്കണം എന്നോട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അടുക്കളയിൽ ഈ പറഞ്ഞാൽ എനിക്ക് കുറച്ച് കാര്യങ്ങളും ഒക്കെ നേരാക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് മുന്നായിട്ട് തന്നെ നമ്മളെ ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിന് അതൊക്കെ ഞാൻ ആ പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെച്ചു. ഇപ്പോൾ ചോറൊന്നും കഴിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഞാൻ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ജ്യൂസ് അടിച്ചിട്ടും അങ്ങനെയൊക്കെ ഇട്ടാണ് ഞാൻ കുടിക്കണത്. അപ്പോൾ ഇതാകണോ എൻ്റെ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടോ, ഇത് വാടിയിട്ടുണ്ട്. അപ്പം എനിക്ക് വാടിയാലും അത് എടുത്ത് കളയുന്ന ഒരു ശീലമില്ല കേട്ടോ. ഞാൻ എന്നാലും അത് നല്ല വാടുന്ന വരെ ഞാൻ അവിടെ വെക്കും കേട്ടോ. ഇത്രയും ദിവസം അത് ഇങ്ങനെ അവിടെ കണ്ട് നിന്നപ്പോൾ എനിക്കെന്താ അറിയില്ല, അതുകൊണ്ട് എടുത്ത് കളയൂല, അതെന്നെ തനിയെ കൊഴിഞ്ഞ് പോകുമല്ലോ. ആ സമയത്താട്ടോ ഞാനത് എടുത്തിടൽ. ഇതും എന്താണെന്ന് അറിയില്ല, കുറച്ച് ദിവസമായിട്ട് ഒരു പൂപ്പൽ മാതിരി ഇങ്ങനെ വന്നിക്കണം കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമായി, എന്താണ് എനിക്കറിയൂല. അപ്പം ഞാൻ വിചാരിച്ചു അത് ഇവിടെ നിന്ന് എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് വെള്ളമൊക്കെ കുടഞ്ഞ് ഞാൻ അതിലത്തെ ഗ്ലാസ്സിലത്തെ വെള്ളമൊക്കെ ബോട്ടിലത്തൊക്കെ മാറ്റിയിട്ട് ഇതിങ്ങനെ ഉണ്ടാവണ ഒരു ചെടിയാട്ടോ. പേരും കാര്യങ്ങളൊന്നും അറിയില്ല. എൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഉണ്ടായപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായിട്ട് ഞാനൊരു 2-3 മാസമായിട്ട് എൻ്റെ കൂടെ ഈ അടുക്കളയിൽ ഉണ്ടായിരുന്ന ഒരു ചെടിയാട്ടോ. എനിക്ക് നല്ല വിഷമമുണ്ട് അത് എടുത്ത് കളയുന്നതുകൊണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, വാടിയ ഇല പോലും ഞാൻ എടുത്തിടലില്ല, തനിയെ കൊഴിഞ്ഞ് പോകുന്ന സമയത്ത് അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഇതെന്താണെന്ന് എനിക്കറിയില്ല, കുറേ പൊടികൾ ഇങ്ങനെ കാണുമ്പോൾ എനിക്കൊരു സങ്കടം തോന്നിയിട്ട് ഞാൻ പിന്നെ അത് എടുത്തിട്ടു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ മുറ്റത്ത് പോയിട്ട് ഈ ഒരു ചെടി ഞാൻ ആ ഗ്ലാസ്സിക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടുവന്ന കേട്ടോ. അങ്ങനെ അതിലും ഇതുപോലെ കുറേ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഗ്ലാസ്സൊക്കെ കഴുകി വൃത്തിയാക്കി അതിലോട്ട് വെള്ളമാക്കി കേട്ടോ. ഇത് 2-3 മാസങ്ങൾക്ക് മുന്നേ ഒരു ന്യൂട്ടെല്ലിൻ്റെ കുപ്പിയായിരുന്നു കേട്ടോ. അപ്പോൾ ന്യൂട്ടെല്ല കഴിഞ്ഞ സമയത്ത് ഞാനത് ഇതുപോലെ
എന്താ ഉപയോഗിച്ചതേനു. ഈ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി പൊട്ടുന്ന ഒരു ബോട്ടിലാണ്. അപ്പോൾ നല്ല രസമുണ്ടല്ലോ കാണാൻ തന്നെ, അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഞാൻ ഇനി അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ജനവാതിൽ തുറന്നിടും കേട്ടോ. അപ്പോൾ സൂര്യപ്രകാശം തട്ടുമ്പോൾ തന്നെ അത് ശരിയായിട്ടുണ്ടാവും. അതിന് 2 ദിവസം കൂടി കഴിയുമ്പോഴത്തേന് അത് നല്ല റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഇപ്പം ഇങ്ങനെ വളഞ്ഞ് കൊളിഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ അടുക്കളൊക്കെ വൃത്തിയാക്കിയിട്ട് ഞാൻ പിന്നെ അകത്തത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചോറുന്നലൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി എണീറ്റു കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്നാക്സിന് എന്തെങ്കിലും ഉണ്ടാക്കാനൊരു പൂതി 4 മണിയൊക്കെ ആയപ്പോൾ കേട്ടോ. അപ്പോൾ മക്കളെ ഉമ്മച്ചി ഇന്ന് ഉള്ളിവട ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ വേഗം ഉള്ളിയൊക്കെ ഞാനിതായി ചോപ്പറിൽ ഇട്ടിട്ട് ഒന്ന് ചെറുതാക്കി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഒറ്റ മുളക് എടുത്തിട്ട് കേട്ടോ. മക്കൾക്കും കൂടി കൊടുക്കാനുള്ളതുകൊണ്ട് ഞാൻ ഒരു കതിക്ക് എരിവൊന്നും ഒരു നീബു വേണമെങ്കിലും ഇരിച്ചു വേണമെങ്കിലും എരിവ് കൂട്ടൂല കേട്ടോ. അപ്പോൾ ഞാനിതാ മൈദ ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. 2 കപ്പ്, ഈ ഒരു പാത്രത്തിന് 2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കടലമാവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ചതച്ച് വെച്ച ആ ഉള്ളിയും കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഇട്ടെടുത്തിട്ടുണ്ടോ. ഞാൻ ഇഞ്ചി ഇട്ട് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. ഇഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ സാരില്ല, ഞങ്ങൾക്ക് കഴിക്കാൻ തന്നെയല്ലേ, വേറെ പുറത്തുനിന്ന് ഒരാളും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് സമാധാനത്തിൽ അങ്ങനെ നിന്നു കേട്ടോ. പിന്നെ നമ്മൾ ഒരു ചെറിയൊരു തിക്നെസ്സിൽ ഇങ്ങനെ വെള്ളം പാർന്ന് ഈ ഒരു പരിവൊക്കെ ആകുമ്പോൾ നമ്മൾ നോക്കണം ആയിട്ടുണ്ടോ എന്നിങ്ങനെ നോക്കിയിട്ട് ഈ ഒരു പരിവായപ്പോൾ ഞാൻ അത് കുറച്ച് നേരം 5 മിനിറ്റ് 10 മിനിറ്റോളം ഞാൻ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഉണ്ടാക്കിയത്. നല്ല ആയിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് നല്ല വെള്ളം കിട്ടുമല്ലോ, അതിങ്ങനെ പൊടിഞ്ഞ് വന്നിട്ടുണ്ടാവും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന സമയത്ത്. അപ്പോൾ നല്ല ലൂസായിട്ട് തന്നെ നമ്മൾ കുഴച്ച് വെക്കരുത് കേട്ടോ. ഈ ഒരു പരിവായിട്ട് കിട്ടും നമുക്ക് പിന്നെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ചെറിയ ഒരു ഇതായിട്ട് ഞാനിങ്ങനെ ആണ് ഉണ്ടാക്കുന്നത്. ഉള്ളിവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിട്ടോ ഞാൻ തുടങ്ങിയത്. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു പൊക്കവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ പൊക്കവട ഉണ്ടാക്കിയത് കേട്ടോ. കുറേ ദിവസമായിരുന്നു എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ആയിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് കേട്ടോ. കാരണം എനിക്ക് സുഖമില്ലായിരുന്നു, സൗണ്ടൊക്കെ ഒന്നും ശരിയായിട്ടില്ല. അപ്പോൾ മക്കളും കുറേ ദിവസമായിട്ട് പറയൽ തുടങ്ങിയിട്ട് ഉമ്മച്ചി എന്തെങ്കിലും ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇന്നങ്ങോട്ട് വേഗം ഉണ്ടാക്കി കേട്ടോ. ഇന്ന് പിന്നെ ഇക്കയും കൂടി ഉണ്ടായിരുന്നല്ലോ പാത്രം കഴുകി തരാൻ സഹായിക്കാനൊക്കെ ഇക്ക കൂടെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇന്ന് വേഗം ഞാൻ ഓലെ പരാതികളാണ് തീർത്തു കൊടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.